അനുദിനം വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതാണ് എന്തുകൊണ്ടും എൻ്റെ ജീവിതത്തിൽ ഇത് സംഭവിക്കുന്നു. നിങ്ങളിങ്ങനെ ചോദിക്കാറില്ലേ? ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി ഇവിടെ കാണാൻ വന്നു. താഴ്ത്ത് കണ്ടപ്പോൾ കയറി വന്ന് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. വന്നത് അതിന് വേണ്ടിയല്ല, വേറൊരു കാര്യമാണ്. പക്ഷേ അങ്ങനെയല്ല വന്നിരുന്നപ്പോൾ പറയുന്നത് വേറെ കുറേ. അപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് കുറേ കാര്യങ്ങൾ പറയാൻ പറഞ്ഞു. അങ്ങനെയാണല്ലോ, എല്ലാവർക്കും പറയണം അങ്ങനെ. അപ്പോൾ ഇങ്ങനെ അങ്ങനെ കുറേ ഞാൻ പറഞ്ഞു അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം എന്താ? കർത്താവിനോട് ചോദിക്കണം. കർത്താവല്ലേ തരുന്നത്? അല്ലേ? നമുക്കിവിടെ കണിയാരുടെ പണിയോ അങ്ങനെ പണിയൊന്നുമില്ല. അത് വേറെ സ്ഥലത്താണ്. അല്ലേ എല്ലാവരുടെയും ചിന്ത. അത് കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഞാൻ കുറേ കാര്യം പറഞ്ഞു. കാരണം അങ്ങനെ നമുക്ക് കിട്ടണമെങ്കിൽ എന്താണ്? ആദ്യം തന്നെ നമ്മൾ പരിശുദ്ധാത്മാവിൻ്റെ അടുത്ത് വരണം, പ്രാർത്ഥിക്കണം. അല്ലേ? രണ്ട് വ്യക്തികളുടെ ജീവിതാവസ്ഥകൾ നിങ്ങളോട് പറയാം. നമ്മളിവിടുന്ന് പറയുന്ന കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതനുസരിച്ച് കഴിഞ്ഞാൽ അത് കൃപ കിട്ടും. ഇവിടെ അനുഭവത്തിൻ്റെ തലത്തിലാണ് പറയുന്നത്. അല്ലേ? അതുകൊണ്ട് ഞാൻ അവരോട് ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ പറയാണ്, ഞങ്ങൾ നാശത്തിൻ്റെ വക്കിലാണ്, ഞങ്ങൾ സഹനത്തിൻ്റെ പീഡയുടെ രോഗത്തിൻ്റെ വക്കിലാണ്. എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ജീവിത പങ്കാളിയെ ഒരിക്കലും തന്നെ ഇട്ടിട്ട് വീട്ടിൽ നിന്ന് പോകാൻ പറ്റാത്ത ഒരവസ്ഥയിലായിക്കഴിഞ്ഞു. രോഗങ്ങൾ പടരാം. കുർബാന അർപ്പിക്കുന്നവരാണ്, പള്ളിയിൽ പോകുന്നവരാണ്, നേർച്ച കാഴ്ചകൾ എന്തുകൊണ്ട് എന്നിട്ടും എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു എന്ന് വെച്ചാൽ എന്നെ ദൈവത്തോട് തന്നെ ചോദിച്ചേ പറ്റൂ. അല്ലേ? ഒറ്റ കാര്യമുണ്ട്. പഴയ നിയമത്തിൽ ഇസ്രായേൽ ജനം വിജയിച്ചത് എപ്പോഴും എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മോശയുടെ കൈ ഉയർന്ന് വാഗ്ദാന പേടകം കൂടെ ഉണ്ടായതുകൊണ്ടാണ്. അല്ലേ? മോശയുടെ കൈ ഉണ്ടായിരുന്നു, ഇല്ല എന്ന് പറയുന്നില്ല. വാഗ്ദാന പേടകം ഉണ്ടായി. ആ വാഗ്ദാന പേടകത്തിൽ 3 കാര്യങ്ങളുണ്ടായിരുന്നു. പരിശുദ്ധ കുർബാന മാത്രമല്ലല്ലോ, ആണോ? പരിശുദ്ധ കുർബാനയുടെ പ്രതീകമായ മന്നായുണ്ടായിരുന്നു. ആദ്യത്തേത് എന്താണെന്ന് വെച്ചാൽ ദൈവപ്രമാണങ്ങളായിരുന്നു, ദൈവകൽപ്പനകളായിരുന്നു, ദൈവചട്ടങ്ങളായിരുന്നു, ദൈവമാർഗങ്ങളായിരുന്നു. പഴയ നിയമത്തിൽ 4 കാര്യങ്ങളാണ് പറഞ്ഞത്. ദൈവപ്രമാണം മാത്രമല്ല, ദൈവപ്രമാണം, ദൈവകൽപ്പന, ദൈവചട്ടം, ദൈവമാർഗം. സ്നേഹമുള്ളവരെ, എന്താണെന്ന് വെച്ചാൽ നമ്മൾ ദൈവകൽപ്പനകൾ അനുസരിക്കണം, ദൈവപ്രമാണങ്ങൾ പാലിക്കണം. ഈ കുർബാന അർപ്പിച്ചിട്ടും ഞാൻ രക്ഷപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ കുർബാന മാത്രം പോരാ. നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ ചെന്നിരിക്കുന്നുണ്ട്. ഭക്ഷണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ എന്തായിരിക്കും? ചോറ്. അല്ലേ? ചോറ് മാത്രം മതിയോ? ചോറ് കഴിച്ചാൽ ഇറങ്ങുമോ? ഇറങ്ങണമെങ്കിൽ എന്ത് വേണം? കറി വേണം. ഇപ്പോഴത്തെ കാലത്താണെങ്കിൽ ഒരു കറി പോരാ. പഴയ കാലത്താണെങ്കിൽ ഒരു കറി എന്തെങ്കിലും ഉണ്ട്, ഒരു ചമ്മന്തി ഉണ്ട്, കഴിക്കണം, വേണമെങ്കിൽ കഴിച്ചോളാൻ പറയും, ഇല്ലെങ്കിൽ ഇട്ട് പോടാന്ന് പറയും. അല്ലേ? ഈ കാലത്തെ പിള്ളേർ കഴിക്കണമെങ്കിൽ ഒരു 4-5 കൂട്ടം കറി ഉണ്ടാകണം. അല്ലേ? അപ്പോൾ വിശുദ്ധ കുർബാന മാത്രമല്ല ഇസ്രായേൽ ജനം രക്ഷപ്പെട്ടത്. അവർ രക്ഷപ്പെട്ടതെന്നാൽ ദൈവകൽപ്പനകൾ അവരനുസരിക്കുന്നു. ഇന്നും അവർ രക്ഷപ്പെടുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ദൈവപ്രമാണങ്ങൾ അനുവിട വ്യതിചലിക്കാതെ അവരനുഷ്ഠിക്കും. അല്ലേ? നമ്മുടെ ഒരു സാബത്താണ്, കർത്താവിൻ്റെ ദിവസമാണെങ്കിൽ ഇന്നെന്ത് ചെയ്യും? അന്നായിരിക്കും ഏറ്റവും കൂടുതൽ വണ്ടികളെടുത്ത് നമ്മൾ ഉല്ലാസത്തിന് പോകുന്നത്. അല്ലേ? അപ്പം തന്നെ യഹൂദ ജനതവും നമ്മളും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായില്ലേ? യഹൂദ ജനം എന്ത് ചെയ്യും? അവിടെ കർത്താവിൻ്റെ ദിവസം അല്ലെങ്കിൽ സാബത്ത് അത് വിശ്രമത്തിൻ്റെ ദിനമാണ്. ആരുടെ അടുത്ത് വിശ്രമിക്കുക? കർത്താവ് വിശ്രമിച്ചതുപോലെ ദൈവം വിശ്രമിക്കുക. 2ാമത്തെ കാര്യമാണ് മന്ന. 3ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ അഹരോൻ്റെ തളിർത്ത വടി. അഹരോൻ്റെ തളിർത്ത വടി എന്ന് പറഞ്ഞാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അത് പൗരോഹിത്യമാണ്, അത് സഭയാണ്. അല്ലേ? എന്നും കുർബാന കണ്ടിട്ട് നമ്മൾ ദൈവകൽപ്പന പാലിക്കാതെയും ദൈവപ്രമാണങ്ങൾ അനുഷ്ഠിക്കാതെയും സഭയുടെ ശ്രേഷ്ഠന്മാരെയോ അല്ലെങ്കിൽ സഭയോ സഭയുടെ മൗതിക ശരീരം എന്ന് പറയുമ്പോൾ ശ്രേഷ്ഠന്മാർ മാത്രമല്ല, ഒരു മുകളിൽ നിന്നുള്ള താഴോട്ടുള്ളതല്ല. ഇതെന്ന് പറഞ്ഞാൽ ആഗോള സഭയെ നമ്മൾ പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി നമ്മൾ ത്യാഗങ്ങൾ എടുക്കുകയും ചെയ്യണം. അല്ലേ? സഹോദരി, ഇപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ സഹോദരി കുർബാന കണ്ടതും മാത്രം രക്ഷപ്പെടില്ല. കുർബാന കണ്ടതുകൊണ്ട് മാത്രം രക്ഷപ്പെടുമെങ്കിൽ സ്വർഗരാജ്യത്തിൽ വലിയൊരു സംഖ്യ ഉണ്ടായിരുന്നു. നമ്മുടെ ഇവിടെ ചില കൗൺസിലർ കുർബാനയ്ക്ക് പാടെന്നൊക്കെ പറയുമ്പോൾ
ഇവിടെ കുർബാനയ്ക്ക് തന്നെ വന്നിട്ട് രക്ഷപ്പെടാൻ പറ്റാതെ നിൽക്കുമ്പോഴാണ് ഒരു കുർബാനയ്ക്കൊന്നും വന്നാൽ രക്ഷപ്പെടില്ല. എല്ലാം നമ്മൾ അനുസരിച്ച്. മറ്റൊരു കുടുംബം ഇവിടെ വന്നു. അവനിവിടെ ഒരു പയ്യനാണ്. അവൻ ഇപ്പോൾ കല്യാണമൊക്കെ കഴിച്ച് മക്കളുണ്ട്. അവൻ്റെ കുടുംബത്തിൻ്റെ തലമുറയെക്കുറിച്ച് ഞാൻ കുറേ കാര്യങ്ങൾ അവനോട് ചോദിച്ചു. കാര്യങ്ങളെല്ലാം കറക്റ്റായിരുന്നു. അവൻ ജോലി നോക്കുന്ന ആളാണ്. പക്ഷെ അവൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ രാത്രിയുടെ യാമങ്ങളിൽ ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. നമ്മൾ പറയുന്ന കാര്യം, രാത്രി ജോലി ചെയ്യുന്നത് അതുകൊണ്ട് പകൽ ജോലി ചെയ്യുന്ന അതുകൊണ്ട് രാത്രി എനിക്ക് വിശ്രമിക്കണം. ഈ വിശുദ്ധന്മാർക്ക് വല്ല പണിയില്ലാഞ്ഞിട്ടാണോ രാത്രി നിന്ന് പ്രാർത്ഥിച്ചത്? ഈശോമിശിഹായ്ക്ക് വല്ല പണിയില്ലാഞ്ഞിട്ടാണോ ഈ രാത്രി നിന്ന് പ്രാർത്ഥിക്കുകയും പകൽ ശുശ്രൂഷയും ചെയ്തത്? ആണോ? തോമസിലെ രാത്രി നിന്ന് പ്രാർത്ഥിച്ച് പകൽ ശുശ്രൂഷ ചെയ്തത് അവർക്ക് പണിയില്ലാഞ്ഞിട്ടാണോ? അല്ലെങ്കിൽ ജോൺ ബ്രിട്ടോ അവനെ നാട്ടുപയോഗിച്ച് ഈ ഇന്ത്യയിൽ വന്ന് ഈ ട്രിച്ചിയിലും ഈ തഞ്ചാവൂർ പ്രദേശത്ത് രാത്രിയുടെ യാമങ്ങളിടുന്ന് പകൽ ശുശ്രൂഷ ചെയ്തത് അവർക്ക് ജോലിയും വീടും ഇല്ലാഞ്ഞിട്ടാണോ? ഇല്ലല്ലോ. അവർക്കെന്താ? യേശുവിനെ പ്രഘോഷിക്കണമെന്നുള്ള വലിയൊരു ദാഹം ഇവിടെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നു. അപ്പോൾ ദാഹം ഇല്ലാത്തത് കൊണ്ടാണ് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് നമ്മൾ വിശ്രമിക്കുന്നത്. അല്ലേ ലിയ? ജോലി നമുക്ക് നൽകുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ആ ജോലി ചെയ്ത് ജീവിച്ച് സഭയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ വേണ്ടി. അല്ലേ ലിയ? ഞാനിവിടെ ഒന്ന് ശുശ്രൂഷ ചെയ്യുന്നത് എനിക്ക് വേറെ ജോലി ഇല്ല എന്നിട്ടാണോ? ഇല്ലല്ലോ. ഞാനൊരു ITCയുടെ ഡയറക്ടറായിട്ട് കഴിഞ്ഞുകൊണ്ടിരുന്ന ഇതിലും സുഖമായിരുന്നു. എനിക്കല്ല, കാരണം എല്ലാ സുഖ സൗകര്യമുണ്ട്. ഈ ആത്മീയ ജീവൻ്റെ സന്തോഷമില്ല. പക്ഷെ വാഹനം, സുരക്ഷിതമായ ഭവനം, ഭക്ഷണത്തിന് കൈ കഴുകേണ്ട, ഭക്ഷണം കഴിച്ച് പാത്രം വെച്ചാൽ മതി, എടുത്തിട്ട് പൊക്കോളും. എല്ലാം ചെയ്യാൻ ആളുണ്ട്. അല്ലേ? ഞാൻ അങ്ങോട്ട് തിരിഞ്ഞാലും ഇങ്ങോട്ട് തിരിഞ്ഞാലും ആൾക്കാരാണ്. അല്ലേ ലിയ? ഇവിടെ അങ്ങനെയല്ല. ഇവിടെ എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ തന്നെ നോക്കി കാര്യം അന്വേഷിക്കണം. ഒരു ഇടവകയാണെങ്കിൽ ഇതിലും നമുക്ക് കാര്യങ്ങൾ നടത്താനായിട്ട് കൈക്കാരന്മാരൊക്കെ ഉണ്ടാവും. അല്ലേ ലിയ? അങ്ങനെ ഒരു ചുറ്റുപാടിലല്ല നിൽക്കുന്നത്. പക്ഷേ എനിക്കൊരു കാര്യം ഇവിടെ ഉണ്ട്. എൻ്റെ ദൈവം ഈ ആലയത്തെ നയിക്കുന്നു എന്നുള്ള ഒരു വലിയ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് രാത്രിയുടെ ഈ പയ്യനോടെയും പറഞ്ഞു, അവൻ രാത്രി ഒന്ന് ഇരുന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞില്ല, പക്ഷേ അവൻ എല്ലാ ആഴ്ചയിലും ഒരു ദിവസം രാത്രി ഇവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കും. ഒരു മണി 2 മണി വരെ ഇരുന്ന് പ്രാർത്ഥിച്ച് ഇവൻ ബൈക്ക് ഓടിച്ച് വീട്ടിൽ പോയി കിടന്ന് വീണ്ടും അവൻ പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ച് വീണ്ടും അവൻ ജോലിക്ക് പോകും. അല്ലേ? അപ്പോൾ അങ്ങനെ ഒരു ദിവസം വന്നപ്പോൾ ഇവിടെ രാത്രി ഒന്ന് പ്രാർത്ഥിക്കാൻ വേറെ ആരുമില്ല, ഒരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവൻ പറഞ്ഞു, ഞാനിരുന്ന് പ്രാർത്ഥിക്കാം. പിറ്റേ ദിവസമാണെങ്കിൽ പറഞ്ഞ ഹർത്താലോ പിന്നെ പണിമുടക്കുവാണ്. ഞാൻ ചോദിച്ചു, നീ രാത്രി മുഴുവൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയോ? എങ്ങനെ സാധിക്കും? നോ ഫാദർ, ഞാൻ ചെയ്തേ പറ്റുള്ളൂ. കാരണം എനിക്കതിൻ്റെ കൃപ കിട്ടി, എൻ്റെ അഭിഷേകം കിട്ടി. ഞാൻ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരെ വിളിച്ചു. ഇല്ല അച്ഛാ, അവരിക്കും. അതിൻ്റെ കൂടെയുള്ള മറ്റൊരു മനുഷ്യൻ പറഞ്ഞത് ഇങ്ങനെയാണ്, അവനിരുന്ന് കർത്താവിൻ്റെ മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കണ്ടാൽ ഞങ്ങളൊക്കെ ചിലപ്പോൾ ഒന്ന് ഉറങ്ങിപ്പോവച്ചാ, ഒന്നും മയങ്ങിപ്പോവും, അല്ലെങ്കിൽ ഒന്ന് അരമണിക്കൂറങ്ങ് മാറി നിന്ന് ഉറങ്ങാൻ നോക്കും. പക്ഷെ ഇവൻ ഇരുന്ന് കഴിഞ്ഞാൽ അവൻ എഴുന്നേക്കുന്നത് വരെ ഒരിക്കലും ഉറങ്ങാറില്ല അച്ഛാ. എന്നിട്ട് അവർ പറഞ്ഞത്, ഞങ്ങൾക്കല്ല ആ കൃപ കിട്ടിയത്, പ്രാർത്ഥിക്കാനുള്ള ഒരു കൃപ കിട്ടിയത് അവനച്ച. ഇന്ന് വികാരനെടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പിറ്റേ ദിവസം 6 മണി വരെ അവരിന്ന് പ്രാർത്ഥിച്ചു. നിങ്ങളൊന്ന് ഇരിക്കുമോ? കൃപ കിട്ടാതെ ഒരിക്കലും ഒരുവിന് പ്രാർത്ഥിക്കാൻ പറ്റില്ല. അവനോട് ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞു. നിൻ്റെ ഭവനത്തിൽ സംഭവമുണ്ട്, ആ കാര്യങ്ങളുണ്ട്. പിന്നീട് ഇവൻ പറഞ്ഞു വന്നപ്പോഴാണ് ഈ വീട് ഞാനിരുന്ന ഒരു ഇടവകയിലുള്ള വീടാണ്. അവരവിടെ നിന്ന് പിന്നീട് താമസം മാറ്റി മറ്റൊരു ദേശത്ത് പോയി. ഞാൻ പറഞ്ഞു, ഇല്ലെങ്കിൽ എന്തുണ്ടാകുന്ന വെച്ചാൽ നിൻ്റെ കുടുംബത്തിൽ പലവിധ പ്രശ്നങ്ങളിലേക്കും അതിൻ്റെ കാരണമുണ്ട്. നമ്മുടെ ഒരു ഡോക്ടറിൻ്റെ അടുത്ത് ഒരു രോഗം പറയുമ്പോഴേക്കും ഡോക്ടർ പറയും, ഈ രോഗം വർദ്ധിച്ചാൽ എന്തുണ്ടാവും? ഈ രോഗം വർദ്ധിച്ചാൽ ഇന്ന രോഗങ്ങളിലേക്ക് ഇന്ന അവസ്ഥയിലേക്ക് അത് മാറാം. അല്ലേ? ഒരു 2014 ചില കാര്യങ്ങൾ പറഞ്ഞ് കുറേ നാൾ ഒരു പ്രാർത്ഥിക്കാനെടുത്തിയ ഒരു സഹോദരിയുടെ ഓപ്പറേഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുക. ആ പ്രാർത്ഥിച്ച കാലഘട്ടത്തിൽ ഒരു രോഗവും ആ വ്യക്തിക്ക് ഉണ്ടായിട്ടില്ല. പിന്നീട് പ്രാർത്ഥിച്ച് രോഗം മാറിയെന്ന് കണ്ടപ്പോൾ അവരുടെ അധികാരികൾ ചില സ്ഥലങ്ങളിലേക്ക് വെച്ചു. ഞാനപ്പോൾ വീണ്ടും പറഞ്ഞു, ഒരു പ്രാർത്ഥനയുടെ വരയുള്ള ആളെ പ്രാർത്ഥനയ്ക്ക് തന്നെ നിയോഗിച്ചാലാണ് പറ്റുള്ളൂ. അല്ലേലിയ വൈദികനാകാൻ കൃപയുള്ള ഒരാളെ
കല്യാണം കഴിക്കാൻ വിട്ടാൽ ശരിയാവുമോ? പറ്റില്ലല്ലോ. ഈ പയ്യൻ പറഞ്ഞത്, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയ ശേഷം എൻ്റെ കുടുംബത്തിൽ, എൻ്റെ തലമുറയിൽ വലിയ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ, അച്ഛൻ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിൽ എൻ്റെ കുടുംബം, എൻ്റെ തലമുറ ഉണ്ടാകില്ല. ജോലി ചെയ്താൽ തലമുറയുണ്ടാവും. ഏത് തലമുറയുണ്ടാവും? ഈ ഒരു തലമുറയുണ്ടാവും. അടുത്തൊരു തലമുറ ഉണ്ടാകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അപ്പോൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒപ്പം ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇരുന്നേ പറ്റും. ഇന്ന് നമ്മൾ സുവിശേഷത്തിൽ വായിച്ചു കേട്ടു, എന്താണെന്ന് വെച്ചാൽ ഗെത്സമനയിൽ പ്രാർത്ഥിക്കുകയാണ്. അല്ലെങ്കിൽ യാത്രയുടെ യാമങ്ങളിൽ ഈശോയുടെ പീഡാനുഭവത്തിന് മുമ്പ് ഈശോ ഗെത്സമനി എന്ന ചക്കെന്നാണെന്ന്. ചക്കൻ എന്ന് പറഞ്ഞാൽ എന്താ? ആട്ടുക എന്നുള്ള. ആ ആട്ട് എന്ന് പറഞ്ഞാൽ സഹനത്തിൻ്റെ ആ ചക്കിൽ കിടന്ന് ഈശോ നിലവിളിക്കുന്ന സമയത്ത് 2-3 ശിഷ്യന്മാർ അവർ വ്യസനം നിമിത്തം ഉറങ്ങുകയാണ്. ഹല്ലേലൂയ. എന്നിട്ട് ഈശോ അവരോട് പറയുന്ന കാര്യമുണ്ട്, എന്ത് ചെയ്യണമെന്ന്? പ്രലോഭനത്തിൽ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. ഈശോ അവരോട് പറഞ്ഞത് എന്താ? നിങ്ങൾ കിടന്നുറങ്ങ്, നാളെ ജോലി ചെയ്യാനുള്ളതല്ലേ മക്കളെ, നിങ്ങൾ കിടന്നുറങ്ങ്. ഹല്ലേലൂയ. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാമെന്നാണ് പറഞ്ഞത്, ആണോ? ഈശോ രാത്രിയുടെ യാമങ്ങളിൽ പിതാവായി ദൈവത്തോടുള്ള സംഭാഷണം ചെയ്യുന്ന സമയത്ത് അവരോട് പറഞ്ഞത്, നീ തളർന്നു പോകാൻ, പ്രലോഭനത്തിൽ, പരീക്ഷയിൽ അകപ്പെടാതിരിക്കുവാൻ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ.